Hello everyone, welcome to Plus 2 Mathematics. ലാബ് നമ്പർ 4 ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ്. അപ്പോൾ ഇന്നത്തെ ലാബിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് എന്ന് പറയുന്ന ലാബ് ജിയോജിബ്ര എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഇല്ലാണ്ട് ഉബുണ്ടു ഇല്ലാണ്ട് ചെയ്യുന്നതാണ് ഓൺലൈനായിട്ട്. സോ ജിയോജിബ്ര ചെയ്യുന്നതിനായിട്ട് നമ്മളിവിടെ ആദ്യം ചെയ്യേണ്ട കാര്യങ്ങൾ ഒരു അപ്ലിറ്റ് നമ്മൾ തയ്യാറാക്കണം. സോ ഇനീഷ്യൽ ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ശ്രദ്ധിച്ച് ചെയ്യുക. ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ പോലും ഇതിൻ്റെ ഔട്ട്പുട്ട് കിട്ടില്ല. സോ ആദ്യമായിട്ട് ചെയ്യേണ്ടത് അവിടെ ഓപ്ഷൻസിൽ പോയിട്ട് ആംഗിൾ റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്യണം. ആംഗിൾ ഡിഫോൾട്ടായിട്ട് ഡിഗ്രിയിലായിരിക്കും ഉണ്ടാവുക. ദെൻ പോയിന്റ് പ്ലോട്ട് ചെയ്യണം. ദെൻ ഒരു സ്ലൈഡർ ക്രിയേറ്റ് ചെയ്യണം. ദെൻ അത് ഉപയോഗിച്ചുള്ള ആംഗിൾ ക്രിയേറ്റ് ചെയ്യണം. പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ജിയോജിബ്ര ക്ലാസിക്കൽ ചെയ്യാൻ പോവുകയാണ്. ആദ്യം ഇവിടെ നമ്മൾ അഡ്വാൻസ്ഡ് ഓപ്ഷൻസിൽ ഡിഗ്രിയിൽ നിന്ന് റേഡിയനിൽ കൺവേർട്ട് ചെയ്യുകയല്ല ചെയ്യുന്നത്, സെറ്റിങ്സിൽ പോകുന്നു. ദെൻ ഇവിടെ ആംഗിൾ യൂണിറ്റ് റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. ദെൻ ഇത്രയും കാര്യങ്ങൾ ചെയ്ത ശേഷം അത് ക്ലോസ് ചെയ്യുക. ദെൻ അടുത്തായിട്ട് പറഞ്ഞിരിക്കുന്നത് ഒരു പോയിന്റ് പ്ലോട്ട് ചെയ്യണം. ഒറിജിൻ പോയിന്റ് ക്യാപിറ്റൽ ഒ ഈക്വൽ ടു 0 0 എന്ന് പറയുന്ന പോയിന്റാണ് പ്ലോട്ട് ചെയ്യേണ്ടത്. 0 0. ഓക്കെ. ദെൻ ഒരു യൂണിറ്റ് സർക്കിൾ ഒ ഒറിജിനായിട്ട് വരയ്ക്കണം. അതിനുവേണ്ടി നമ്മൾ എടുക്കുന്ന ടൂള് സർക്കിൾ ടൂളാണ്. സർക്കിൾ വിത്ത് സെൻറ്റർ ആൻഡ് റേഡിയസ്. ഈ സെൻറ്ററായിട്ട് റേഡിയസ്. യൂണിറ്റ് സർക്കിൾ എന്ന് പറഞ്ഞാൽ ഒരു യൂണിറ്റ് ഡിസ്റ്റൻസിൽ വരുന്ന സർക്കിളാണ്. സോ റേഡിയസ് 1 എന്ന് ടൈപ്പ് ചെയ്യുക. 1 റേഡിയസ് എന്ന് കൊടുത്തു. ദെൻ ഓക്കെ കൊടുത്തു. യൂണിറ്റ് സർക്കിൾ കിട്ടിയിട്ടുണ്ട്. ഇതൊന്ന് സൂം ചെയ്യുവാണ്. ഓക്കെ. നൗ അടുത്തതായിട്ട് പറയുന്നത് ഒരു പോയിന്റ് പ്ലോട്ട് ചെയ്യണം. A10 അത് കിട്ടുന്നതിനായിട്ട് ക്യാപിറ്റൽ എ ഈക്വൽ ടു 10 1,0 എന്ന് ടൈപ്പ് ചെയ്യുന്നു. എൻ്റർ ചെയ്യുന്നു. 10 എന്ന് പറയുന്ന പോയിന്റ് കിട്ടിയിട്ടുണ്ട്. അടുത്തതായിട്ട് ഒരു നമ്പർ സ്ലൈഡറാണ് ക്രിയേറ്റ് ചെയ്യാനുള്ളത്. നമ്പർ സ്ലൈഡർ ക്രിയേറ്റ് ചെയ്യുന്നതിനായിട്ട് സ്ലൈഡർ ടൂളിൽ പോകുന്നു. അവിടെ നമ്പർ സ്ലൈഡർ. സോ നമ്പർ സ്ലൈഡറിൻ്റെ ഇനീഷ്യൽ വാല്യൂ, മിനിമം വാല്യൂ എന്ന് പറയുന്നത് 0 ആണ്. മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് 2π എന്ന് കൊടുക്കുക. സോ മിനിമം വാല്യൂ 0 എന്ന് കൊടുക്കുക. മാക്സിമം വാല്യൂ 2π എന്ന് കിട്ടുന്നതിനാണ് 2 എന്ന് ടൈപ്പ് ചെയ്യുക. PI 2π ആണ്. ഇൻക്രിമെൻറ്റ് 0.01 എന്ന് സെറ്റ് ചെയ്യുക. ഓക്കെ അടിക്കുക. ദെൻ സ്ലൈഡർ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ദെൻ എ മൂവ് ചെയ്യുന്നതിനനുസരിച്ച് ഒരു മാറ്റവും വരുന്നില്ല, കാരണം അതിന് മാറ്റം വരുന്ന ഒന്നും ചെയ്തിട്ടില്ല. അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ആംഗിൾ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ആംഗിൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്. സോ ആംഗിൾ ടൂൾ ഇവിടെ എടുക്കുന്നു. ആംഗിൾ വിത്ത് ഗിവൺ സൈസാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. സോ ആംഗിൾ വിത്ത് ഗിവൺ സൈസ് സെലക്ട് ചെയ്തു. 2 പോയിന്റ് എ ഒ ദെൻ ആംഗിൾ എന്ന് പറയുന്നത് നമ്മൾ ഡിഫൈൻ ചെയ്യാൻ പോകുന്നു. സ്മോൾ ലെറ്റർ എ, നമ്മൾ സ്ലൈഡറിൻ്റെ വാല്യൂ ആണ് ആംഗിൾ ആയിട്ട് വരുന്നത്. ഓക്കെ. എന്നിട്ട് ഓക്കെ അടിക്കുന്നു. ഓക്കെ. ദെൻ ഇവിടെ നമുക്ക് ക്രിയേറ്റ് ചെയ്യും 1.01 റേഡിയനിലാണ് ഇപ്പോൾ മെഷർ ചെയ്യുന്നത്. ദെൻ നമ്മൾ ഈ പോയിന്റിന് എ എന്ന് പറയുന്ന പോയിന്റിന് റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു. ദെൻ അതിന് റീനെയിം കൊടുക്കുകയാണ്. ക്യാപിറ്റൽ പി എന്നതിന് പേര് കൊടുക്കുകയാണ്. ക്യാപിറ്റൽ പി എന്നാണ് അതിന് പേര് കൊടുക്കുന്നത്. ഓക്കെ അടിക്കുക. അതുപോലെ തന്നെ ആ പോയിന്റിൻ്റെ നെയിം ആൻഡ് വാല്യൂ ഓൺ ആക്കി വെച്ചേക്കുകയാണ്. അതിൻ്റെ കറസ്പോണ്ടിങ് കമ്പോണൻസ് നെയിം ആൻഡ് വാല്യൂ ഓൺ ചെയ്ത് വെച്ചു. ഓക്കെ. ഒരു കാര്യം കൂടെ ചെയ്യുന്നുണ്ട്. സെഗ്മെൻറ്റ് ടൂൾ ഉപയോഗിച്ചിട്ടുണ്ട്. ലൈൻ സെഗ്മെൻറ്റിലെ സെഗ്മെൻറ്റ് ടൂൾ ഉപയോഗിച്ചിട്ടുണ്ട്. എയിനെയും ഒയിനെയും ജോയിൻ ചെയ്യുന്നു. അതുപോലെ തന്നെ ഒയിനെയും പിന്നെയും കൂടെ ജോയിൻ ചെയ്യുന്നു. ഓക്കെ. ദെൻ സ്ലൈഡർ മൂവ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് ജസ്റ്റ് നോക്കാം. സ്ലൈഡർ മൂവ് ചെയ്യുന്നു. ദെൻ ആംഗിൾ കൂടി വരുന്നുണ്ട്. നമ്മൾ ഒരു കാര്യം കൂടെ ചെയ്യേണ്ടിയിരുന്നു. ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ദെൻ സെറ്റിങ്സിൽ പോയിട്ട് ഇവിടെ ഓസിലേറ്റിംഗ് എന്നുള്ളത് മാറ്റിയിട്ട് ഇൻക്രീസിങ് എന്നങ്ങോടെ ആക്കുക. ഓക്കെ. ഇത്രയും കാര്യങ്ങളാണ് ഇനീഷ്യലായിട്ട് നമ്മൾ ചെയ്യാനുള്ളത്. ഇത്രയും കാര്യങ്ങൾ ചെയ്തതിന് ശേഷമാണ് ബാക്കി എല്ലാം ചെയ്യേണ്ടത്. ഇത്രയും കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ച് ചെയ്യണം. ദെൻ നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ട്. യൂണിറ്റ് സർക്കിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 റേഡിയസ് ആയിട്ടുള്ള യൂണിറ്റ് സർക്കിളിലെ ആംഗിൾ എക്സ് ആണെങ്കിൽ, ഈ ആംഗിൾ തീറ്റയാണെങ്കിൽ കറസ്പോണ്ടിങ് എക്സ് കമ്പോണൻറ്റ് പോസിറ്റീവ് ഡയറക്ഷനിലാണ് ആംഗിൾ കണക്കാക്കുന്നത്. സോ ആംഗിൾ തീറ്റയാണെങ്കിൽ ഇതിൻ്റെ എക്സ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് കറസ്പോണ്ടിങ് കോസ് തീറ്റ വാല്യൂ ആണ്. വൈ കോർഡിനേറ്റ് എന്ന് പറയുന്നത് സൈൻ തീറ്റ വാല്യൂ ആണ്. സോ ഈ പി എന്ന് പറയുന്ന പോയിന്റിൻ്റെ എക്സ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് കോസ് ഓഫ് 0.57 റേഡിയന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ ആണ്. കോസ് 0.57 റേഡിയന് കറസ്പോണ്ടിങ് വാല്യൂ ആണ് 0.84. അതുപോലെ തന്നെ സൈൻ 0.57 കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ ആണ്
ഇവിടെ കറസ്പോണ്ടിങ് 0.54. സോ ഉദാഹരണത്തിന് എയുടെ വാല്യൂ 0 ആണെങ്കിൽ കറസ്പോണ്ടിങ് കോസ് 0 എന്ന് പറയുന്നത് 1 ആണ്. സൈൻ 0 കോസ് 0 എന്ന് പറയുന്നത് 1ഉം സൈൻ 0 എന്ന് പറയുന്നത് 0യുമാണ്. ഓക്കെ. ദെൻ പൈ ബൈ ടു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം 90 ഡിഗ്രിയാണ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എയുടെ വാല്യൂ റേഡിയൻ വാല്യൂ എന്ന് പറയുന്നത് π/2 എന്ന് പറയുന്നത് 1.57 ആണ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വാല്യൂ ആണ് നമ്മൾ ഈ കാണുന്നത്. അതിൽ കോസ് 90 എന്ന് പറയുന്നത് 0യും സൈൻ 90 എന്ന് പറയുന്നത് 1ഉമാണ്. ഓക്കെ. സോ ഈ പോയിന്റ് പിയുടെ എക്സ് കോർഡിനേറ്റ് ആണ് കോസ് വാല്യൂ, കറസ്പോണ്ടിങ് സൈൻ വാല്യൂ ആണ് വൈ കോർഡിനേറ്റ്. ഓക്കെ. ഇതാണ് ഇനീഷ്യലായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ. ഇനി ഇത് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പറഞ്ഞിരിക്കുന്ന വാല്യൂസ് നമ്മൾ കണ്ടുപിടിക്കണം, കുറച്ച് വാല്യൂസ്. സോ സ്ലൈഡറിൻ്റെ വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ ആണ് സ്ലൈഡർ എന്താണോ സ്ലൈഡർ വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ ആണ് കോസിൻ്റെയും സൈൻ്റെയും നമുക്ക് പിയുടെ കോർഡിനേറ്റ് ആയിട്ട് കിട്ടുന്നത്. സോ സ്ലൈഡറിൽ 1.57 ടൈപ്പ് ചെയ്യുന്നതിന് വരെ നമ്മൾ അത് കിട്ടുന്നതിനായിട്ട് ഒരു ഇൻപുട്ട് ബോക്സ് ക്രിയേറ്റ് ചെയ്യുകയാണ്. സോ ഇൻപുട്ട് ബോക്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻപുട്ട് ബോക്സ് സെലക്ട് ചെയ്തു. ഇൻപുട്ട് ബോക്സ് ക്യാപ്ഷൻ നമ്മൾ വാല്യൂ എ എന്ന് പറയുന്ന എലമെൻറ്റുമായിട്ടാണ് കൊടുക്കുന്നത്. സോ ലിങ്ക് ചെയ്യേണ്ട ഒബ്ജക്റ്റ് ഏതായിരിക്കും? എയുമായിട്ടാണ് ലിങ്ക് ചെയ്യേണ്ടത്, സ്മോൾ ലെറ്റർ എയുമായിട്ടാണ് ലിങ്ക് ചെയ്യേണ്ടത്. ദെൻ ഓക്കെ, അതിന് വാല്യൂ എന്ന് കൊടുത്തേക്കാം. ഓക്കെ, ആംഗിൾ അല്ലെങ്കിൽ വാല്യൂ എന്ന് കൊടുത്തേക്കാം. ആംഗിൾ ആണത്. സോ ആംഗിൾ A = 1.57 ആണ്. ആംഗിൾ A = 1.57 എന്ന് കൊടുത്തിട്ടുണ്ട്. ദെൻ ഓരോ കറസ്പോണ്ടിങ് ആയിട്ട് എന്തൊക്കെ വാല്യൂ ആണ് വരുന്നതെന്നാണ് നമ്മളിവിടെ കണ്ടുപിടിക്കാനുള്ളത്. സോ ഫസ്റ്റ് π/3 ആണ്. സോ ഇവിടെ π/3 എന്ന് ടൈപ്പ് ചെയ്യുക. π/3. ദെൻ നമുക്ക് ഇപ്പോൾ കിട്ടുക π/3. ആംഗിൾ π/3 ആണെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ട് വാല്യൂ വരുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം. കോസ് π/3യുടെ വാല്യൂ 0.5ഉം സൈൻ π/3യുടെ വാല്യൂ 0.87ഉം. സിമിലർലി നമുക്ക് അടുത്ത് കണ്ടുപിടിക്കാനുള്ള π/4 ആണ്. സോ π/4 എന്ന് ടൈപ്പ് ചെയ്യുന്നു, എൻ്റർ അടിക്കുന്നു. സോ 0.71 ദാറ്റ് ഈസ് 1/√2ൻ്റെ വാല്യൂ ആണത്. ഓക്കെ. ദെൻ അടുത്തത് π/6. π/6 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 π/6. സോ π/6ന് കറസ്പോണ്ടിങ് ആയിട്ട് കോസ് π/6 എന്ന് പറയുന്നത് 0.87ഉം ആൻഡ് സൈൻ π/6 എന്ന് പറയുന്നത് 0.5 അഥവാ 1/2 ആണ്. ഓക്കെ. then അടുത്തായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് 30 π/4 ആണ്. സോ ഇത് കിട്ടുന്നതിനായിട്ട് 30 ഡിവൈഡ് ബൈ π/4 നൂറായിട്ടുള്ള 30 ആണ് വേണ്ടത്. 30 π/4ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് കിട്ടുക 30 π/4. സോ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഇവിടെ വാല്യൂ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ഓക്കെ 0 -1. ഓക്കെ. കോസ് വാല്യൂ എന്ന് പറയുന്നത് 0യും സൈൻ വാല്യൂ എന്ന് പറയുന്നത് -1ഉം ആണ്. അടുത്തായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് 45 π/7 ആണ്. ഓക്കെ. 45 π/7ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് കറസ്പോണ്ടിങ് 45 π/7 കറസ്പോണ്ടിങ് കോസ് വാല്യൂ എന്ന് പറയുന്നത് 0.22 ആണ്. സൈൻ വാല്യൂ എന്ന് പറയുന്നത് 0.97 ആണ്. ദെൻ അടുത്തായിട്ട് കാണാൻ പോകുന്നത് 0.3 ഓക്കെ. കോസ് 0.3 എന്ന് പറയുന്നത് 0.96ഉം സൈൻ വാല്യൂ എന്ന് പറയുന്നത് 0.03 ആണ്. ഓക്കെ. ദെൻ 0.26 0.96ഉം പോയിന്റ് ഓക്കെ 0.3 ആണ് കണ്ടത്. കോസ് വാല്യൂ 0.96 ആൻഡ് സൈൻ വാല്യൂ 0.3 ആണ്. ഇതിനടുത്തായിട്ട് 0.6 കോസ് 0.6 എന്ന് പറയുന്നത് 0.83, സൈന് 0.56. ഇതിനടുത്തായിട്ട് കോസ് 2ഉം കോസ് 2ൻ്റെ വാല്യൂ -0.42 ആൻഡ് -0.42 റൈറ്റ് -0.42 ആണ്. സൈൻ വാല്യൂ ഒന്ന് 0.91 ആണ്. ദെൻ അടുത്തായിട്ട് കാണാൻ പോകുന്നത് കോസ് 7.5 കോസ് 7.5 എന്ന് പറയുന്നത് -0.42 ആണ്. റൈറ്റ്. ആൻഡ് സൈൻ എന്ന് പറയുന്നത് 0.91 ആണ്. ദെൻ അടുത്തായിട്ട് കാണാൻ പോകുന്നത് കോസ് കഴിഞ്ഞു. ദെൻ -1.5
-1.5 ഈക്വൽ ടു -1.5 കോസ് വാല്യൂ എന്ന് പറയുന്നത് 0.07 ആണ്. സൈൻ വാല്യൂ എന്ന് പറയുന്നത് -1 ആണ്. ഓക്കെ, ദെൻ അടുത്തതായിട്ട് കോസ് 3.-3.1 -3.1 ആണ്. ദെൻ അവിടെ കറസ്പോണ്ടിങ് കോസ് വാല്യൂ, സൈൻ വാല്യൂ രണ്ടും മൈനസ് ആണ്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ഇത്രയും കാര്യങ്ങളാണ് ഇതുവരെയുള്ള ഫസ്റ്റ് ആക്ടിവിറ്റിയിൽ ചെയ്തത്. സൈൻ്റെയും കോസിൻ്റെയും റേഞ്ച് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ വൈ വാല്യൂ എന്തൊക്കെയാണ് വരുന്നത് നോക്കാം. സോ അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ രണ്ടിനെയും എക്സ് കോർഡിനേറ്റ് വൈ കോർഡിനേറ്റ് ഒബ്സർവ് ചെയ്യുക. ഈ രണ്ട് പോയിന്റിൻ്റെ വെൻ യു ഒബ്സർവ് ദ പോയിന്റ്സ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് -1 മുതൽ 1 വരെയാണ് വാല്യൂസ് വേരി ചെയ്യുന്നത്. സോ ഇതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് -1 to 1 ആയിരിക്കും എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ദെൻ അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് വാല്യൂസ് മൂവ് ചെയ്യുന്നതിനനുസരിച്ച് ഇവിടെ 0 റേഡിയനിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 0 റേഡിയനിൽ 10, അപ്പോൾ എക്സിന് എക്സ് വാല്യൂ എന്ന് പറയുന്നത് 0 ആകുമ്പോൾ, അതായത് റേഡിയൻ വാല്യൂ 0 ആകുമ്പോൾ അല്ലെങ്കിൽ 2π ആകുമ്പോൾ 0 റേഡിയന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫംഗ്ഷൻ വാല്യൂ കോസ് 0 1 സൈൻ 0 0 സോ ഇവിടെ ക്വസ്റ്റ്യൻ 3യിൽ ചെയ്യുമ്പോൾ സൈൻ എക്സ് ഈക്വൽ ടു 0യ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ് വാല്യൂ എന്ന് പറയുന്നത് 0 ആണ്. അതുപോലെ തന്നെ കോസ് 1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ് വാല്യൂ എന്ന് പറയുന്നത് 0 ആണ്. ദെൻ വാല്യൂ ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത് π/2 അഥവാ 90-യിലെത്തുമ്പോൾ നമുക്കറിയാം കോസ് 90 എന്ന് പറയുന്നത് 0 ആണ്. സോ കോസ് 90 കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ് വാല്യൂ എന്ന് പറയുന്നത് π/2 അഥവാ ഇവിടുത്തെ റേഡിയൻ 1.57 ആണ്. സോ π/2 കറസ്പോണ്ടിങ് ആയിട്ടുള്ള റേഡിയൻ 1.7. സൈൻ 90 1 ആണ്. സോ സൈൻ വാല്യൂ 1 ആകുമ്പോൾ എക്സ് വാല്യൂ എന്ന് പറയുന്നത് 1.57 ആണ്. സിമിലർലി പൈയിലെത്തുമ്പോൾ കോസ് -1 ആണ്. ഓക്കെ, സോ കോസിൻ്റെ വാല്യൂ -1 ആകുന്നത് അഥവാ 3.14ലാണ്. അവിടെ സൈന് 0 ആണ്. ദെൻ 3π/2 അഥവാ 0.71471 4.71 റേഡിയനിൽ 4.71 സൈൻ്റെ വാല്യൂ എന്ന് പറയുന്നത് -1 ആയിരിക്കും. ഓക്കെ, ദെൻ അടുത്തായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ആക്ടിവിറ്റി 4.2 ആണ്. അത് ചെയ്യുന്നതിനായിട്ട് ഇതേ വിൻഡോ നമുക്ക് ആവശ്യമാണ്. നമ്മളൊരു പുതിയൊരു വിൻഡോ കൂടെ എനേബിൾ ചെയ്യണം. സോ ആ വിൻഡോ എന്ന് പറയുന്നത് വ്യൂവിൽ പോയിട്ട് ഗ്രാഫിക്സ് 2 എന്ന് പറയുന്ന വിൻഡോയും കൂടെ നമ്മൾ എനേബിൾ ചെയ്യണം. ഓക്കെ, ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കും ഗ്രാഫിക്സ് 2 എന്ന് പറയുന്ന വിൻഡോയാണ്. നമ്മൾ ആദ്യത്തെ വിൻഡോവിനെ നമ്മളൊന്ന് ചെറുതാക്കുവാണ്. ആദ്യത്തെ വിൻഡോവിനെ സൂം ഔട്ട് ചെയ്യുക, ചെറുതായിട്ട് വന്നു. ഓക്കെ, ഈ വിൻഡോ സെക്കൻഡ് ഗ്രാഫിക്സിലാണ് നമ്മൾ ഗ്രാഫ് വരയ്ക്കാൻ പോകുന്നത്, സൈൻ്റെയും കോസിൻ്റെയും ഗ്രാഫ്. ഓക്കെ, ദെൻ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ് കൂടെ നടത്താം. ഇതാണ് ഈ ഗ്രാഫിക്സ് ടൂലാണ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത്. നമ്മൾ അതിന് വേണ്ടിയിട്ട് ഗ്രാഫിക്സ് ടൂവിൽ ക്ലിക്ക് ചെയ്യുക. ദെൻ അവിടെ ഒരു ചെറിയൊരു മാറ്റം വരുത്താൻ പോവാണ്. ഗ്രാഫിക്സിൽ പോയിട്ട് അതിൻ്റെ എക്സ് ആക്സിസ് എന്ന് പറയുന്നത്, ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് π/2ലേക്ക് മാറ്റണം. അപ്പോൾ ഓരോ യൂണിറ്റും π/2 ഡിസ്റ്റൻസിലായിരിക്കും എക്സ് ആക്സിസ് ഉണ്ടാവുക. ദെൻ സൈൻ്റെയും കോസിൻ്റെയും ഗ്രാഫാണ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത്. സോ ഇവിടെ ഒരു പോയിന്റ് പ്ലോട്ട് ചെയ്യണം. സോ പോയിന്റ് പ്ലോട്ട് ചെയ്യുന്നതിനായിട്ട് നമ്മളിവിടെ ക്ലിക്ക് ചെയ്യുന്നു. ആദ്യം ഗ്രാഫിക്സിൽ 2ൽ ക്ലിക്ക് ചെയ്യുക. ദെൻ ലെഫ്റ്റ് സൈഡിൽ വരിക. ലെഫ്റ്റ് സൈഡിൽ ഇൻപുട്ട് ബാറിൽ വേറെ എവിടെയും ക്ലിക്ക് ചെയ്യേണ്ട, ഇൻപുട്ട് ബാറിൽ വന്നിട്ട് ക്യാപിറ്റൽ B ഈക്വൽ ടു A, y ഓഫ് ക്യാപിറ്റൽ P എന്ന് ടൈപ്പ് ചെയ്യാം. എന്താണ് ഇൻപുട്ട് പറയുന്നത്? P എന്ന് പറയുന്ന ഒരു പോയിന്റ് ഡിഫൈൻ ചെയ്യുകയാണ്. അതിൻ്റെ എക്സ് കോർഡിനേറ്റ് എ എന്ന് പറയുന്ന ആംഗിളാണ്. ദെൻ വൈ കോർഡിനേറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? y/P, y കോർഡിനേറ്റ് ഓഫ് പോയിന്റ് P. ഓക്കെ, ദെൻ എക്സ് കോർഡിനേറ്റ് ആംഗിള്, വൈ കോർഡിനേറ്റ് ഓഫ് P എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സൈൻ തീറ്റയാണ്. സോ സൈൻ തീറ്റ ആണ് നമ്മളിവിടെ B എന്ന് പറയുന്ന പോയിന്റ് കാണുന്നത്. ഓക്കെ, സോ 4.71 കറസ്പോണ്ടിങ് ആയിട്ടുള്ള
സൈൻ വാല്യൂ ആണ് ഈ കാണുന്നത്, അത് -1-ലാണുള്ളത്. സോ നമ്മളിനി സൈൻ്റെ ഗ്രാഫ് വരയ്ക്കാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യം, ഈ പോയിന്റ് ഒന്ന് പ്ലോട്ട് ചെയ്യണം. പോയിന്റ് പ്ലോട്ട് ചെയ്യാൻ പോവാണ് നമ്മൾ. ആ പോയിന്റ് പ്ലോട്ട് ചെയ്യുന്നതിനായിട്ട് ആ പോയിന്റിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് അതിന് ഗ്രാഫിക്സ് ഒന്ന് ഓൺ ആക്കി കൊടുക്കണം. ഓക്കെ, ഓൺ ചെയ്യുന്നു. ഷോർട്ട് ട്രേസ് ഓൺ ആക്കുന്നു. ദെൻ ഇവിടുത്തെ ഗ്രാഫിക്സ് ആനിമേഷൻ ഓൺ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഈ കാണുന്നത് സൈൻ എക്സിൻ്റെ ഗ്രാഫാണ്. സൈൻ എക്സിൻ്റെ ഗ്രാഫ് നമുക്കറിയാം, 0 നിന്ന് കൂടുന്നു, ദെൻ π/2 എത്തുമ്പോൾ 1 ആവും, വീണ്ടും കുറയുന്നു, π 0 എത്തുന്നു, വീണ്ടും കുറയുന്നു, 3π/2 -1, 2π 0, അങ്ങനെ നീണ്ടു പോകുന്നതാണ് സൈൻ്റെ ഗ്രാഫ്. അങ്ങനെയാണെങ്കിൽ കോസിൻ്റെ ഗ്രാഫ് കിട്ടാൻ വേണ്ടിയിട്ട് എന്തായിരിക്കും നമ്മൾ ഡിഫൈൻ ചെയ്യേണ്ടി വരിക? ഇത് സൈൻ്റെ ഗ്രാഫാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. ദെൻ കോസിൻ്റെ ഗ്രാഫ് കിട്ടുന്നതിന് വേണ്ടി എന്തായിരിക്കും ഡിഫൈൻ ചെയ്യേണ്ടി വരിക? ഓക്കെ, വെരി ഗുഡ്. ക്യാപിറ്റൽ C ഈക്വൽ ടു എ കോമ എക്സ് കോർഡിനേറ്റ് ഓഫ് പി, ദാറ്റ് ഈസ് എക്സ് ഓഫ് ക്യാപിറ്റൽ പി. ഓക്കെ, ദെൻ അങ്ങനെ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ദെൻ നമ്മളിവിടെ ഒരു ചെറിയൊരു മാറ്റം കൂടെ വരുത്തുന്നു. അത് തിരിയുന്നതിനായിട്ട് അതിൻ്റെ കളറൊന്ന് മാറ്റി കൊടുക്കുകയാണ്. സെറ്റിങ്സിൽ പോകുന്നു, അതിൻ്റെ കളർ എന്ന് പറയുന്നത് ബ്ലൂവിൽ കൊടുക്കാം. ഓക്കെ, എന്നിട്ട് വീണ്ടും ആ പോയിന്റിനെ നമ്മൾ ട്രേസ് ചെയ്യാൻ പോവാണ്. ട്രേസ് ചെയ്യാൻ വേണ്ടിയിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, ദെൻ ഷോ ട്രേസ് കൊടുക്കുന്നു, ആനിമേഷൻ ഓൺ ആക്കി കൊടുക്കുന്നു. സോ ഇപ്പോൾ നമ്മൾ കാണുന്നത്, ബ്ലൂവിൽ കാണുന്നത് സൈൻ്റേത്, സോറി ബ്ലാക്കിൽ കാണുന്ന സൈൻ്റേതും അതർ വണ് കോസിൻ്റെയും ഗ്രാഫാണ്. ഓക്കെ, ഇത്രയും കാര്യം വ്യക്തമാണെന്ന് വിചാരിക്കുന്നു. സോ സൈൻ്റെയും കോസിൻ്റെ ഗ്രാഫ് കിട്ടി എങ്കിൽ നമുക്ക് ടാൻ്റെ ഗ്രാഫ് കിട്ടാൻ വേണ്ടി എന്തായിരിക്കും നമ്മൾ കൊടുക്കേണ്ടി വരിക? ഓക്കെ, തൽക്കാലം ആനിമേഷൻ ഓഫ് ചെയ്യുകയാണ്. ആനിമേഷൻ ഓഫ് ചെയ്യുന്നു. അതുപോലെ തന്നെ സൈൻ്റെയും കോസിൻ്റെയും ഗ്രാഫ് കണ്ടു. അതിനടുത്തായിട്ട് ടാൻ്റെ ഗ്രാഫ് കിട്ടാൻ വേണ്ടിയിട്ട് പോയിന്റ് ഡിഫൈൻ ചെയ്യേണ്ടത് ക്യാപിറ്റൽ D ഈക്വൽ ടു എ കോമ സൈൻ ബൈ കോസ് ആണ്. സൈൻ എന്ന് പറയുന്നത് y(p) ആണ്. y(p), ക്യാപിറ്റൽ P ഡിവൈഡഡ് ബൈ എക്സ് ഓഫ് ക്യാപിറ്റൽ P, റൈറ്റ്? എക്സ് ഓഫ് ക്യാപിറ്റൽ P. ഓക്കെ, ഇപ്പോൾ നമ്മൾ D എന്ന് പറയുന്ന പോയിന്റ് കിട്ടിയിട്ടുണ്ടാവും. ദെൻ ഡിക്ക് നമുക്ക് കളർ മാറ്റി കൊടുക്കുകയാണ്. സെറ്റിങ്സിൽ പോകുന്നു, ഡിയുടെ കളർ റെഡ് ആയിട്ട് കൊടുക്കാം. ഓക്കെ, ദെൻ എയുടെ വാല്യൂ D എന്ന് പറയുന്ന പോയിന്റ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. തൽക്കാലം നമുക്ക് 2 പോയിന്റ് ആയിട്ടുള്ള Pയും Cയും ഒന്ന് ഹൈഡ് ചെയ്ത് വെച്ചേക്കാം, ടാൻ്റെ ഗ്രാഫ് കിട്ടുന്നതിന് വേണ്ടിയിട്ട്. ദെൻ നമ്മൾ ടാൻ്റെ ഗ്രാഫ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ആനിമേഷൻ ഓൺ ചെയ്യുകയാണ്. റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, ഡിയിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, ആനിമേഷൻ ഓൺ ചെയ്യാൻ പോവുകയാണ്. D എന്ന് പറയുന്ന പോയിന്റിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തു, ഷോർട്ട് റൈസ് കൊടുത്തു, ദെൻ ലെഫ്റ്റ് സൈഡിൽ വന്ന് ആനിമേഷൻ ഓൺ ചെയ്യുന്നു. സോ ഇപ്പോൾ നമ്മൾ കാണുന്നത് ടാൻ എക്സിൻ്റെ ഗ്രാഫാണ്. ഈ രീതിയിൽ സൈൻ എക്സ്, കോസ് എക്സ്, ടാൻ എക്സ് നമ്മൾ കണ്ടുപിടിച്ചു. ദെൻ കൊസീക് എക്സിൻ്റെ ഗ്രാഫ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് കൊസീക് എക്സ് എന്ന് പറയുന്നത് 1/sin x ആണ്. ദാറ്റ് ഈസ് 1 ഡിവൈഡ് ബൈ y(p) എന്ന് കൊടുക്കേണ്ടി വരും. ദെൻ സീക്ക് എക്സ് ആണെങ്കിൽ 1 ഡിവൈഡ് ബൈ x(p) എന്ന് കൊടുക്കണം. കോട്ട് എക്സ് ആണെങ്കിൽ x(p) ഡിവൈഡ് ബൈ y(p). ഇത്തരത്തിൽ നമുക്ക് ഓരോ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ്റെയും ഗ്രാഫ് കൃത്യമായിട്ട് കാണാൻ പറ്റും. ഓക്കെ, 4.2 ആക്ടിവിറ്റിയിൽ ക്വസ്റ്റ്യൻ നമ്പർ 5 സൈൻ ഫംഗ്ഷൻ്റെ സൈനും ബിഹേവിയറും 0 മുതൽ 1 മുതലുള്ള ബിഹേവിയറും ഡിസ്കസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. സോ ആ ടേബിൾ നമുക്ക് വളരെ എളുപ്പത്തിൽ കംപ്ലീറ്റ് ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 9, ടാൻ എക്സ്, സീക്ക് എക്സ്, കൊസീക്ക് എക്സ്, കോട്ട് എക്സ് ഇവയുടെ വാല്യൂസ് കണ്ടുപിടിക്കണം. സോ ടാൻ എന്ന് പറയുന്നത് സൈൻ ബൈ കോസ്. സോ D എന്ന് പറയുന്ന പോയിന്റ് ഡിഫൈൻ ചെയ്യുന്നത് y(p) ഡിവൈഡ് ബൈ x(p) എന്ന് പറയുന്നത് ടാൻ ആണ്. കറസ്പോണ്ടിങ് എക്സ് കോർഡിനേറ്റ് ആംഗിളും y കോർഡിനേറ്റ് ടാനും ആണ്. ദെൻ E എന്ന് പറയുന്നത് 1/y(p) ആണ്. സോ 1 ഡിവൈഡ് ബൈ സൈൻ എക്സ് എന്ന് പറയുന്നത് കൊസീക്കാണ്, 1 ഡിവൈഡ് ബൈ കോസ് എന്ന് പറയുന്നത് സീക്കാണ്, ദെൻ കോസ് ബൈ സൈൻ എന്ന് പറയുന്നത് കോട്ടുമാണ്. ഓക്കെ, ദെൻ ഓരോന്നിൻ്റെ വാല്യൂസ് നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്ന്. സോ ആദ്യം ആംഗിള് 2.6 വരുമ്പോൾ, കറസ്പോണ്ടിങ് 2.6 വരുമ്പോൾ നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ടാൻ എന്ന് പറയുന്നത് -0.6 ആൻഡ് കൊസീക്ക് 1.94, ദെൻ സീക്ക് -1.17, കോട്ട് -1.66. അടുത്തായിട്ട് കാണാൻ പോകുന്നത് 1.57 ആണ്. ആംഗിൾ 1.57 റേഡിയൻ ആകുമ്പോൾ
സൈൻ വാല്യൂ, ഇത് ടാൻ വാല്യൂ, ദിസ് വൺ ഈസ് കോട്ട് വാല്യൂ, സോറി കൊസീക്ക്, സീക്ക് ആൻഡ് കോട്ട്. ഇതിനടുത്തത് 2.5, 2.5 എന്ന് കൊടുക്കുക. 2.5ന് കറസ്പോണ്ടിങ് ആയിട്ട് സൈൻ വാല്യൂ ആണ് കാണുന്നത്, സോറി കൊസീക്ക് വാല്യൂ ആണ് ഈ കാണുന്നത്. ഈ കാണുന്ന കൊസീക്ക്, ഇത് ടാന്, ഇത് സീക്ക്, കോട്ട്. അതുപോലെ ഈ ടേബിൾ പറഞ്ഞിരിക്കുന്ന ഓരോ വാല്യൂവിനും കറസ്പോണ്ടിങ് ആയിട്ട് വാല്യൂ അടിച്ചു കൊടുക്കുക, ആംഗിൾ അടിച്ചു കൊടുക്കുക. കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ആംഗിളിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ടാന്, കൊസീക്ക്, സീക്ക്, കോട്ട് എന്താണെന്ന് ഒബ്സർവ് ചെയ്യുക, അത് നോട്ടിലേക്ക് എഴുതുക. ഇത്രയുമാണ് ഈ ആക്ടിവിറ്റിയിലുള്ളത്. സോ ഈ ആക്ടിവിറ്റി ഏറ്റവും വളരെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ആദ്യം ഈ ആപ്ലെറ്റ് കൺസ്ട്രക്ഷനാണ്. ആപ്ലെറ്റ് കൺസ്ട്രക്ഷൻ വളരെ അധികം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. 1 by 1 ആയിട്ട് ഫോളോ ചെയ്യുക. പ്രൊസീജിയർ എക്സാമിന് തരും, ആ പ്രൊസീജിയർ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. ഒരു ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ പോലും ഇതിന് ഔട്ട്പുട്ട് കിട്ടാതെ വരും. ഓക്കെ, അപ്പോൾ വളരെയധികം ശ്രദ്ധിച്ച് ഈ ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യുക. താങ്ക് യു.